ഷാഫി ചാലിയം UDFന്റെ നേതൃത്വത്തിന് അണികളെ കൺവിൻസ് ചെയ്യിക്കുന്നതിൽ അല്ലെങ്കിൽ അണികളെ നിയന്ത്രിക്കുന്നതിൽ പോരായ്മ സംഭവിച്ചു. ഇപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എല്ലാ ആംഗിളും പരിശോധിച്ച് പൊതുസമൂഹത്തിൽ നിന്ന് വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ, മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങൾ, ഘടകകക്ഷികളുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ ഇതെല്ലാം കേട്ട് അവർ സ്വതന്ത്രമായ ഒരു തീരുമാനം എടുത്തതാണല്ലോ. ഏറ്റവും അനുയോജ്യമായ ഒരു തീരുമാനം കോൺഗ്രസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തെക്കുറിച്ച് നമ്മളൊന്ന് പിന്നോട്ട് നോക്കി ആലോചിച്ചാൽ ഇപ്പോൾ കെ സി വേണുഗോപാൽ AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ നന്നായി തന്നെ ഇടപെട്ട ആളാണ്. അദ്ദേഹം ഈ വിമതന്മാരെ പിൻവലിക്കാനും അല്ലെങ്കിൽ ഏകോപനം ഉറപ്പാക്കാനും സ്വാഭാവികമായിട്ടും ഫണ്ട് റൈസിങ്ങിനും ഒക്കെ സ്ഥാനാർത്ഥി നിർണയത്തിനും ഒക്കെ സഹായിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ മുമ്പിൽ നിന്നത് VD സതീശനായിരുന്നു. സ്വാഭാവികമായിട്ടും കൂടുതൽ ജനങ്ങളും VD സതീശനെ ആഗ്രഹിച്ചിട്ടുമുണ്ടാവും. അങ്ങനെ കൂടുതൽ ജനങ്ങൾ VD സതീശനെ ആഗ്രഹിച്ചു എന്നതുകൊണ്ട് കെ സി വേണുഗോപാലിനെ ചിത്രവധം ചെയ്യുന്ന വിധത്തിൽ, വ്യക്തിഹത്യ ചെയ്യുന്ന വിധത്തിൽ ഒരുപാട് UDF അണികൾ അല്ലെങ്കിൽ UDF അണികൾ എന്ന് തോന്നിക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിലും പുറത്തുമൊക്കെ ഇടപെട്ടത് ശരിയായോ? ഈ വ്യക്തിഹത്യ കെ സി വേണുഗോപാലിന് മാത്രമല്ല, ഒരു നേതാവിന് നേരെയും വ്യക്തിഹത്യ ചെയ്യുന്നതിനോട് യോജിക്കുന്നവരല്ല ഞങ്ങൾ. ഇപ്പം നാമൊക്കെ അവിടെ ഇരിക്കുന്നു. ഈ ചർച്ച കഴിഞ്ഞ് ഇതിൻ്റെ ലിങ്ക് യൂട്യൂബിൽ നിങ്ങൾ പോസ്റ്റ് കഴിഞ്ഞാൽ എത്ര തെറികളാണ് നമ്മൾ കേൾക്കുന്നത്. ഏതെല്ലാം രീതിയിൽ ശിഹാബ് തങ്ങളുടെയും ഹൈദരിൽ തങ്ങളുടെയും CH മുഹമ്മദുടെയും ഫോട്ടോ വെച്ച പ്രൊഫൈലിൽ നിന്ന് പോലും ധാരാളം തന്തക്ക് വിളി കേട്ടവരെ ഞാൻ. അത് നിയന്ത്രിക്കാൻ കഴിയില്ല. അത് സിഗരറ്റിൻ്റെ പുക പോലെ, അത് ആകാശാനോഗ്യ പോലെ ഇങ്ങനെ പോകും. നിയന്ത്രിക്കാൻ പോയാലും കൂടി അതിൽ പെടും. പിന്നെ ഇത് വെറും UDF അണികൾ മാത്രമാണെന്നാണ് പറഞ്ഞു പോകല്ലേ. ഇതിൽ നല്ല കുത്തിത്തീർപ്പ് നടത്താൻ ഇരിക്കുന്ന ഗോപൻ്റെ പാർട്ടിക്കാരുണ്ടായിരുന്നു. അതിൽ ഒരാൾ CCTVയിൽ പെട്ടിട്ടുണ്ട്. എന്താ ഗോപൻ്റെ പാർട്ടിക്കാർക്ക് കെ സി വേണുഗോപാലിൻ്റെ ഫോട്ടോ എന്തിനാ കൊണ്ടുവെക്കണേ? ആളിക്കത്തിക്കാനാണ്. അതിൽ ഒരുത്തനാണ് CCTVയിൽ കുടുങ്ങിയത്. ഇനി കുടുങ്ങാത്ത എത്ര പേരുണ്ടാവും? അപ്പോൾ ഇതിന് പിന്നിൽ ആരാണെന്നുള്ളതിന് തെളിവുകളില്ലേ? എന്നിട്ട് ആ ചങ്ങാതി പറഞ്ഞല്ലോ ഞാൻ CPM മാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനെന്താണ് കേസ് വരണമെന്ന് ആഗ്രഹിച്ചു. ആ ചങ്ങാതിനെ ഇവർ പുറത്താക്കിയണോ? ആ CCTV കുടുങ്ങിയവനെ ഒന്ന് ശാസിക്കാനെങ്കിലും മുന്നോട്ട് വന്നിടണം. അപ്പോൾ കേരളത്തിൽ പലയിടത്തും കോൺഗ്രസ് വലിയൊരു പാർട്ടിയാണ്. വിശാലമായ ജനാധിപത്യ പിന്നെ സ്വാതന്ത്ര്യം അതിൻ്റെ അകത്തുണ്ട്. അതെടുത്ത് ഉപയോഗിക്കുകയും അല്ലെങ്കിൽ അതിന് ഫലപ്രദമായ ആ ജനാധിപത്യം ഉപയോഗിക്കുന്നവരുണ്ട്. അതേ സമയത്ത് അതിനെ ദുരുപയോഗം ചെയ്യുന്നവരും ഒക്കെ കാണും. അപ്പം സ്വാഭാവികമായിട്ടും പിന്നെ ഇത് UDF പ്രവർത്തകർക്ക് ഈ സമയമെടുത്തതിലൊക്കെ കുറേ നിരാശ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ കുത്തിത്തിരിപ്പിന് CPMൻ്റെ അണികളും പിന്നെ കൃത്യമായ രീതിയിൽ പല സ്ഥലങ്ങളും അർദ്ധരാത്രിയുടെ മറവിൽ ഇവർ പല നേതാക്കളെയും ഫോട്ടോയും കാര്യമൊക്കെ വെറും കൊണ്ടുവെക്കുന്നുണ്ട്. അതെന്തിനാണ്? ഈ സിറ്റുവേഷനെ മാക്സിമം വഷളാക്കാൻ വേണ്ടിയാണ്. അത് നമ്മൾ കണ്ടതാണല്ലോ. ആ വ്യക്തിക്കെതിരെ നടപടിയെടുക്കുകയോ ഒന്നും ഇവർ ചെയ്തിട്ടില്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? അതൊരു നിർദ്ദേശം അയാൾക്ക് മോള് കിട്ടിയതാണല്ല. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലേ ഷാഫി ചാലിയം? ഏതായാലും ഇന്നത്തോടു കൂടി അതിനൊക്കെ ഒരു അവസാനമായി. അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിനപ്പുറത്ത് ഇനി അങ്ങോട്ട് ഈ പോരും ഇല്ലാതെ തുടർന്ന് അങ്ങോട്ട് എങ്ങനെ പോവാം എന്നുള്ളത് പ്രധാനമാണല്ലോ. ഈ പറയുന്ന മുറിവുകൾ ഉണങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അങ്ങനെ മുറിവൊന്നും ഉണ്ടായിട്ടില്ലെന്ന്. ഈ തീരുമാനത്തിന് എടുക്കാൻ കുറച്ച് സമയമെടുത്തു. ആ തീരുമാനം വന്ന രീതി കോൺഗ്രസ് നേതൃത്വം അതിന് ഉപയോഗിച്ച മാർഗങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ കോൺഗ്രസ് എന്ന പാർട്ടിയോട് ഒരു ബഹുമാനമാണ് തോന്നുക. എല്ലാവരോടും അവരെന്ത് ചെയ്തു? ഒരു കൺസെൻസസ് നടത്തി. എന്നിട്ട് എന്ത് രസകരമായിട്ടാണ് അത് അവതരിപ്പിച്ചത്. ദീപ്തി ഇവിടെ പറഞ്ഞതുപോലെ AICC സെക്രട്ടറി വേണുഗോപാൽ അദ്ദേഹം എത്ര മാന്യവും അന്തസ്സോടു കൂടിയാണ് ഓരോ UDF പ്രവർത്തനവും അങ്ങേറ്റ ആവേശം ഉണ്ടാക്കുന്ന രീതിയിൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്തത്. അദ്ദേഹത്തിനോട് എന്തെല്ലാം തിരിച്ചു മറിച്ചു നിങ്ങൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, എനിക്കൊരു ആഗ്രഹമേ ഉള്ളൂ. ആ ആഗ്രഹം മരിച്ചു പോകുമ്പോൾ ഈ ത്രിവർണ്ണ പതാക എൻ്റെ ശരീരത്തിൽ ഉണ്ടാവണം. സ്വാഭാവികമാണ്. പിന്നെ അദ്ദേഹം ഇന്ന് അത് അംഗീകരിച്ചു. അതുപോലെ തന്നെ ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാവരും വന്ന് അത് ഉൾക്കൊള്ളുന്നു. ബഹുമാനപ്പെട്ട VD സതീശൻ തന്നെ എന്താ പറഞ്ഞത്? ഞാൻ പാർട്ടി നിയമിച്ച ഒരു മുഖ്യമന്ത്രിയാണെന്നുള്ളൂ. ഞാൻ എൻ്റെ നേതാക്കളുടെ അത് എങ്ങനെയാണ് ഒരു ഗാലക്സി ലീഡേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക്, അവരുടെ ഒരു റിംഗ് റൗണ്ടിലായിരിക്കും, വിനീത വിധേയനായിരിക്കും ഞാൻ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ ടീം UDF കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും RSP ഒക്കെ അടക്കുന്ന ഞങ്ങൾ ടീം
ഒരുമിച്ച് പോകും. ഞങ്ങൾക്കാർക്ക് ഒരു പ്രത്യേകമായി ഇതിനുള്ളിൽ വേറൊരു നയമില്ല. ശരി, ശരി, ഒരു ശരി. ക്ഷേത്ര കമ്മിറ്റിയിലെ ഉത്സവ കമ്മിറ്റിയിൽ പ്രത്യേകമായ ഒരു വെടിക്കെട്ട് കമ്മിറ്റി ഉണ്ടാക്കുന്നത് പോലെ ഒന്നില്ല. ടീം UDF